ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ വിഷുവിൻ്റെ തലേന്നാണ്. അപ്പോൾ നമ്മളിന്ന് വിഷുക്കണിയൊക്കെ ഒരുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഈ തലേ ദിവസം തന്നെ രാത്രി വിഷുവിൻ്റെ കണിയുടെ എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. വെളുപ്പിനെയാണ് പിള്ളേരെയൊക്കെ വിളിച്ചത്. ഇപ്പം ആരുമില്ല, ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കിടക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പൂവ് കാര്യങ്ങളൊക്കെ തോരണങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി ബുദ്ധിമുട്ടായതാണ്, ഞങ്ങൾ അതിൻ്റെ പണി നേരത്തെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മയിൽപ്പീലിയൊക്കെ കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൃഷ്ണനെ ഇരുത്താനുള്ള പീഠമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോണേണ്ട. ഞാൻ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കൃഷ്ണനെ നമുക്ക് ആ പീഠത്തിന്മേൽ വെക്കാം. അല്ലെങ്കിൽ നമ്മളിവിടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണനെ വെക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ചിലപ്പോൾ ഇങ്ങനെ തട്ടിയൊക്കെ വെച്ചേക്കണ സാധനങ്ങളൊക്കെ തട്ടിയൊക്കെ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ആദ്യം കൃഷ്ണനെ വെച്ചിട്ട് പിന്നീട് വന്നിട്ട് നമുക്ക് കണിയുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം കേട്ടോ. സാധാരണ നമ്മളിത് ഈ ഒരു ഉണ്ണിക്കണ്ണനെയാണ് നമ്മളെപ്പോഴും വെക്കാറുള്ളത്. ഉണ്ണിക്കണ്ണനല്ല, ഈ ഒരു കൃഷ്ണനെയാണ് നമ്മളെപ്പോഴും വെക്കാറുള്ളത്. പക്ഷേ നമ്മൾ എഴുത്തിനിരുത്തുന്ന സമയമായപ്പോഴത്തേക്കും നമുക്കൊരു വേറൊരു ഉണ്ണിക്കണ്ണനെയും കൂടി കിട്ടിയായിരുന്നു, വേറൊരു കൃഷ്ണനെയും കൂടി കിട്ടിയായിരുന്നു. അപ്പോൾ ദിയക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നമ്മളത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച് ഈ 2 കൃഷ്ണനും കൂടിയാണ് എപ്പോഴും നമ്മൾ TV-യുടെ സൈഡിലെ കബോർഡിൽ എപ്പോഴും ഇരിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇതിനെ ഒറ്റയ്ക്ക് എടുക്കണ്ട, 2 കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കൃഷ്ണനെ നമ്മളിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. 2 കൃഷ്ണനൊക്കെ വെക്കാമോ നമുക്കറിയില്ല. എന്നാലും നമ്മളിപ്പോൾ എപ്പോഴും ഇവർ 2 പേരും കൂടി ഒരുമിച്ചാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ കണി വെക്കുമ്പോഴത്തേക്കും അവർ 2 പേരെയും കൂടി ഒരുമിച്ച് തന്നെയാണ് ഇരുത്തിയേക്കണത്. അപ്പോൾ പിന്നെ ഇനി വെക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണി വെക്കണ ഉരുളിയാണ്. അപ്പോൾ നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ കണി ഉരുളി. അപ്പം നമ്മൾ ഇതിനകത്താണ് എല്ലാ സാധനങ്ങളൊക്കെ വെക്കണം. പക്ഷേ ഇതിനകത്ത് എല്ലാം കൂടി ഇരിക്കുമെന്ന് തോന്നണില്ല. നമ്മൾ ഇതിനകത്ത് നിറച്ച് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതിന് ചുറ്റുമൊക്കെ ആയിട്ടാണ് നമ്മൾ വെക്കാറുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഉരുളി വെക്കാം. ഇതിൽ സാധാരണ നമ്മൾ ഉണക്കലരിയാണ് ഇടാറുള്ളത്. നമ്മൾ ഉണക്കലരി ഇടും, പച്ചരി ഇടും. അപ്പം നമ്മൾ ഇന്നിവിടെ പച്ചരിയാണ് എടുത്തേക്കണം. പച്ചരി ഇതിനകത്ത് ഇട്ടിട്ടാണ്. പിന്നെ ഉണക്കലരി ഇടാറുണ്ട്, പച്ചരിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ എല്ലാവരും പച്ചരിയാണ് വെക്കാറുള്ളത്. അപ്പോൾ കുറച്ചും കൂടി വേണം വരുന്നത്. അപ്പോൾ ഞാൻ അതേ കുറച്ചും കൂടി പച്ചരി നമ്മൾ ഇടുന്നുണ്ട്. എന്നിട്ട് ഇതിലാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം പോകാനായിട്ടുള്ള കാരണം നേരത്തെ തന്നെ അതൊക്കെ കഴുകി വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ. വെള്ളം ശരിക്കും പോയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം വെക്കാൻ പോകുന്നത് നമ്മുടെ കണിവെള്ളരിയാണ്. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ കണിവെള്ളരിയിൽ കണ്ണും മൂക്കൊക്കെ എഴുതിയിട്ടാണ് വെക്കാറുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. നമ്മളെപ്പോഴും ഇവിടെ കണ്ണും പൊട്ടൊക്കെ എപ്പോഴും എഴുതാറുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ നേരത്തെ മുതലേ ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയം മുതലേ ഈ കണി വെക്കുമ്പോഴത്തേനും ഈ പുട്ടുള്ളിരിയിൽ കണ്ണും മൂക്കൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് എഴുതണേന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ല എന്താണ് ഇത് എഴുതണേന്ന്. നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ കണ്ടത് ഇപ്പോഴും ചെയ്തു പോകണമെന്നുള്ളൂ. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കണ്ണും പൊട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയായെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ആദ്യം നമുക്ക് കണിവെള്ളരി വെച്ച് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഓരോന്നും വെക്കണേന് ഓരോ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡർ അങ്ങനെയൊന്നും അറിയാൻ പാടില്ല. ഇപ്പം നമുക്ക് അറിയാവുന്ന പോലെ ഉണ്ട് നമ്മൾ വെക്കണത്. ചിലപ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൊന്ന് പറഞ്ഞോട്ടോ. നമുക്കറിയില്ല ഇത് കറക്റ്റ് ഏത് എങ്ങനെയൊക്കെയാണ് വെക്കണേന്നുള്ളതേ. ഈ സൈഡിൽ ഇങ്ങനെ വെക്കാം.
ഇതിനകത്ത് നമുക്ക് വെക്കാനായിട്ട് നമ്മൾ വിട്ടുപോയൊരു സംഗതി ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ വെക്കണമായിരുന്നു. അപ്പം നമുക്ക് ഇത് വെക്കണതിന് മുമ്പ് നമ്മുടെ ഉടയാട വെക്കണോ, ഉടയാടയാണോ ഞൊറിന്നാണോ പറഞ്ഞതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞൊറി ഇത് വെക്കണമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇവിടെയാണ് വെക്കണത്. പുട്ടുവെള്ളരിയുടെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മൾ വെക്കണത്. അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. നമ്മുടെ പുട്ടുവെള്ളരിയാണ് നമുക്ക് മെയിൻ, അത് കാണണം. ഞാൻ ഇതിൽ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഓരോ ഇതും ഓരോ ഭഗവാന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വെക്കണമെന്നൊക്കെ. അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഓരോരുത്തരുടെ ഓരോ ദൈവങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വെക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി വാൽക്കണ്ണാടിയാണ് വെക്കാനുള്ളത്. വാൽക്കണ്ണാടി ഇങ്ങനെ വെക്കാം. ഇപ്പം നമ്മൾ വാൽക്കണ്ണാടി നേരെ വെക്കണം. നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇടയിലായി പോവും. നമുക്ക് ഇങ്ങനെ വെക്കാം. അയ്യോ, നമ്മളെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും കിട്ടാറുള്ള പണിയാണ് കേട്ടോ ഇത് ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഗ്യാപ്പ് കിട്ടാറില്ല. അപ്പോൾ ഇനി നമുക്ക് വെക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴമാണ്. പഴം നമ്മളിത് വെച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ പഴം ഇവിടെ ഗ്യാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുമോ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് അപ്പം നമുക്ക് ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ വാൽക്കണ്ണാടി ഇരിക്കണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ആളെ നമ്മൾ ഒപ്പിച്ച് കൂട്ടി അവിടെ ഇരുത്തിയേക്കണേ കേട്ടോ. ഇനി തൊട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അതാണ് ഇനി അതുമേലിട്ട് കുറേ പണിയാണില്ല. അപ്പം നമുക്കിനി വെക്കാനുള്ളത് നമ്മുടെ ചക്കയുണ്ട്. ചക്ക എടുത്തുകൊണ്ട് പോട്ടെ. ചക്ക വെക്കണം. ഇവിടെ വെക്കാം. ഇവിടെ ഇങ്ങനെ ചാരി വെക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്ക അല്ലെങ്കിൽ കിട്ടൂല. ഇവ നമ്മുടെ കുഞ്ഞികൃഷ്ണനെ കാണാൻ പറ്റണല്ലേ? നമ്മുടെ കുഞ്ഞികൃഷ്ണനെ കാണാൻ പറ്റണല്ലേ? കാണണ്ട? ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ലാസ്റ്റ് വെക്കാനുള്ളത് നമ്മൾ സാധാരണ തേങ്ങ ഒന്നിലെ ഇങ്ങനെ നമ്മുടെ ഈ എന്താ പറയണേനാ മൂക്കുള്ള തേങ്ങ വെക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ഇങ്ങനെ കണ്ടിച്ചിട്ട് അതിനകത്ത് നാണയങ്ങളിട്ടാണ് കേട്ടോ നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയത് കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് തേങ്ങ വെക്കണത്. അത് ഇവിടെ തന്നെ വെക്കാം. ഇതിൻ്റെ അകത്ത് സ്ഥലമില്ല വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ തന്നെ വെക്കാം. നമ്മൾ ആദ്യം തേങ്ങ ഇപ്പുറത്ത് വെക്കാമെന്ന് കരുതിയത്. പക്ഷെ അവിടെ വെച്ചപ്പോഴത്തേക്ക് എന്തോ ഒരു അപാകത പോലെ. പിന്നെ നമ്മളത് വീണ്ടും ഈ പഴമൊക്കെ എടുത്ത് മാറ്റിയിട്ട് തേങ്ങേനെ അതേ നമ്മൾ ഇതിൻ്റെ ഇടയിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ സെറ്റപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തട്ടമാണ് നമ്മളിവിടെ വെക്കാൻ പോണേ കേട്ടോ. നമ്മളെവിടെയൊക്കെ ഒരു തട്ടത്തിലാണ് നമ്മുടെ കോടിമുണ്ടും അതുപോലെ അതിനകത്തൊക്കെ പൈസയും സ്വർണ്ണാഭരണങ്ങളും കുങ്കുമച്ചെപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പം നമ്മൾ തട്ടം എന്ന് പറയണത് വലിയ തട്ടമാണെങ്കിൽ നമുക്ക് നല്ലതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പം ഇത്രയുള്ള തട്ടമാണ് ഉള്ളത്. നമ്മളപ്പോൾ ഇതിനകത്താണ് ഇത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ തട്ടം വെച്ചിട്ട് തട്ടത്തിനകത്ത് നമ്മളൊരു കോടിമുണ്ട് വെക്കും. എന്നിട്ട് ഈ മുണ്ടിൻ്റെ പൊക്കത്താണ് നമ്മൾ പൈസയും സാധനങ്ങളൊക്കെ വെക്കാൻ പോകണം കേട്ടോ. അതേ നമ്മളിവിടെ ആദ്യം പൈസയാണ് വെക്കണത്. പൈസ നമുക്കിങ്ങനെ നിർത്തി വെക്കാം. പറന്നുകൊണ്ടിരിക്കാൻ വേണ്ടി നമുക്കിതിനകത്ത് 2-3 കോയിനും കൂടി ചേർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ പറന്നു പോകുന്നില്ല. നമ്മളിങ്ങനെ പൈസയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്മേൽ നമുക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ വെക്കും നമ്മൾ. സ്വർണ്ണാഭരണങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമുക്കിനി വെക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കുങ്കുമത്തിൻ്റെ ഒരു ചെറിയൊരു ചെപ്പുണ്ട്. അത് നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. അതവിടെ പോയി. അതായത് നമ്മുടെ ഒരു കുങ്കുമത്തിൻ്റെ ചെപ്പാണേ. അപ്പോൾ ഇതും കൂടി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെക്കണേണ്. ഇതിൻ്റെ ഈ തട്ടത്തിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇപ്പം ഏകദേശമൊക്കെ എല്ലാം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നിലവിളക്കും കിണ്ടിയും ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും രാത്രി തന്നെ തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെളുപ്പിന് എണീക്കുമ്പോഴത്തേക്കും പിന്നെ ഇനി അതൊക്കെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം രാത്രി തന്നെ എല്ലാം അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ നിലവിളക്കും കിണ്ടിയൊക്കെ വെക്കാം. അതായത് നമ്മുടെ നിലവിളക്കും കിണ്ടിയൊക്കെ നമ്മൾ ഈ സൈഡിലാണ് എപ്പോഴും വെക്കാറുള്ളത് കേട്ടോ. ചന്ദനത്തിരി വെക്കണത് നമുക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പൊക്കത്ത് നിറച്ച് ഇതാവും. കിണ്ടിയിൽ വെള്ളവും നിറച്ചിട്ട് ഇവിടെ വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ വിളക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാപ്പില്ല തട്ടത്തിൽ വെക്കാനായിട്ട്. നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ കിണ്ടിയിൽ വെള്ളം എടുത്തിട്ടില്ല, ആദ്യം വെള്ളം എടുത്തിട്ടുണ്ട്. ആ നിലവിളക്കും കിണ്ടിയൊക്കെ ആയി നമുക്ക് നിലവിളക്കിൽ തിരിയൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അതേ നമ്മൾ
നിറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ട. രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ചുരുക്കത്തിൽ നമുക്ക് രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു പണി ഉണ്ടാവരുത്. നേരെ കുളിച്ച് വരിക, വിളക്ക് കത്തിക്കുക, പിള്ളേരെയൊക്കെ വിളിച്ചെണീപ്പിക്കുക. അത് മാത്രം നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേനേ ഒന്നാമതേ വൈകിയാണ് കിടക്കണത്. അപ്പോൾ അതുകൂടാണ്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ തപ്പിത്തെരഞ്ഞ് നടക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അത് കാരണം എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ചീരാതും കൂടി സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അതുകൂടാണ്ട് നവധാന്യങ്ങൾ, നമ്മളെ പരിപ്പ് പയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിവിടെയൊക്കെ വെക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നോക്കിയിട്ട് അധികം സ്പേസ് ഇല്ല. നമുക്ക് സ്ഥലം എങ്ങനെയാണ് നോക്കാം. ഇവിടെ വെക്കാനായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി വെക്കാം. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ ഈ ഇത് കണി വെച്ചപ്പോഴത്തേക്കും അതുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം. ഇതെല്ലാം ചിരാതും കൂടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി വെക്കാം. നമ്മൾ ഇങ്ങനെ താഴത്തല്ല വെക്കാം, നമ്മൾ മേശപ്പുറത്ത് വെക്കുന്ന കാരണം കൊണ്ട് നമുക്ക് അത്രയും സ്ഥലം കിട്ടൂല വെക്കാനായിട്ട്. അപ്പം നമുക്ക് സ്ഥലം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ചിരാതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി വെക്കാം കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ചിരാത് വെക്കാൻ വേണ്ടിട്ടാ. നമ്മൾ ചിരാത് എപ്പോഴും ഇവിടെയാണ് ഇങ്ങനെ വെക്കാറുള്ളത്. അത് മാത്രമല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഒന്നും കളഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കണിയുടെയൊക്കെ ഏകദേശം എല്ലാം ഒക്കെ പൂർത്തിയാക്കി നമ്മൾ നവധാന്യങ്ങൾ ധാന്യങ്ങളൊക്കെ വെക്കാന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിനി ഇവിടെ സ്ഥലവും ഇല്ല വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തവണയും അത് ഒഴിവാക്കണേണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും വിട്ടുപോടണ്ട. ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നല്ലേ, ഇവിടെ വെക്കാറുന്നല്ലേ അല്ലേ ഫ്രണ്ട്സ്? നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാമെന്ന്. അപ്പം നമുക്ക് നിറഞ്ഞിങ്ങനെ ഫില്ലായിട്ടിരിക്കൂലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതും കൂടി അങ്ങനെ ചെയ്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇനി അതായിട്ട് നമ്മൾ കുറച്ചിട്ടില്ല കേട്ടോ. നമ്മളിത് പരിപ്പ് പയർ പലവ്യഞ്ജന സാധനങ്ങളും കൂടി വെക്കുകയാണ്. പച്ചക്കറിക്ക് പകരമായിട്ടാണ് നമ്മൾ അവിടെ മത്തങ്ങയും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പലവ്യഞ്ജനത്തിൻ്റെ കുറവ് വേണ്ട നമുക്കപ്പോൾ ഇത് തിങ്ങി അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനം 4 പ്ലേറ്റ് വെക്കാനുള്ള ഗ്യാപ്പുള്ളൂ. അപ്പോൾ അത് കാരണം 4 പ്ലേറ്റിലും സാധനങ്ങളൊക്കെ നിറച്ച് നമ്മളപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെല്ലാം തീർന്ന് ഇനി ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണന് മാല ഇട്ടിട്ടില്ല. അപ്പം നമ്മളിനി കൃഷ്ണന് മാല ഇടാം. നമ്മൾ 2 സൈസ് പൂ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈസ് പൂ വാങ്ങിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അരളിപ്പൂവിൻ്റെ മാല മേടിച്ചിട്ടുണ്ട്, പിന്നെ മുല്ലമാല മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇപ്പം കൃഷ്ണനെ ഇടിച്ചിട്ട് ബാക്കി നീയക്ക് നാളെ അമ്പലത്തിൽ പോകുമ്പോഴത്തേനും കൊണ്ടെടുക്കാനുണ്ട്. അപ്പം ഇതിപ്പോൾ ഇടണ്ടല്ലേ, നമുക്ക് രാവിലെ എടുത്തിട്ടാൽ മതി അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ പൂവ് മുല്ലപ്പൂവൊക്കെ ആണെങ്കിലും വാടിപ്പോവും, അല്ലെങ്കിൽ അരളിപ്പൂവാണെങ്കിൽ ചിലപ്പം ചുരുങ്ങിപ്പോവും. അപ്പം നമുക്ക് തൽക്കാലം ഇത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ രാവിലെ പൂവ് ഇടാം. ഇനി ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ രാവിലെ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ 1 മണി കഴിഞ്ഞ്. ഇനി ഇപ്പം കിടന്ന് 4 മണിയാകുമ്പോൾ എണീറ്റ് ഇവരെയൊക്കെ വിളിച്ച് ഞാൻ കുളിച്ച് റെഡി ആവണം, വിളക്കൊക്കെ കത്തിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഓരോരുത്തരെയൊക്കെ വിളിച്ചിട്ട് വരണം. അപ്പം ഇനി എന്തായാലും നാളെ രാവിലെ കാണാം.